ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അതായത് എൻ്റെ നാട്ടിലാണ് കേട്ടോ. എൻ്റെ തട്ടകത്ത് അമ്പലമായ ശ്രീ മണങ്ങോട്ടുകാവ് ദേവീ ക്ഷേത്രത്തിന് മുൻപിലാണ് കേട്ടോ നിൽക്കുന്നത്. വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്ത് തട്ടകത്തമ്പലം. ഞങ്ങളുടെ വേലയും പൂരമൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ നവീകരണ കലശവും കുംഭാഭിഷേകവും ഒക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു 16-ാം തീയതി തൊട്ട് ഇവിടെ പരിപാടികൾ ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇന്നാണ് എത്താൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളുടെ വേല വരുന്നത് മെയ് 25-ാം തീയതിയാണ് കേട്ടോ. മെയ് 25-ാം തീയതി പാലക്കാട്ടത്തെ ഒരു വേലയും കൂടി വരുന്നുണ്ട്, കണ്ണമ്പ്ര വേല. അപ്പോൾ കണ്ണമ്പ്ര അതെ. അപ്പോൾ ഇതോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തൊന്നല്ല, ഞങ്ങളുടെ വേലയ്ക്ക് മഴ പെയ്യുമെന്നാണ് പറയാ. അതുപോലെ തന്നെ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അമ്പലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കാരണം കൊണ്ട് വെടിക്കെട്ടില്ല അല്ലെ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെയാണ് അറിഞ്ഞത്. തൃശ്ശൂരത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അതെ. അപ്പോ വേല ഇങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ എന്തായാലും കുറെ ദിവസമായിട്ട് ഞാൻ വരണം വിചാരിച്ചിട്ടിരിക്കുന്നു. പിന്നെ മോൾക്ക് ക്ലാസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് വരാനും പറ്റിയില്ല. അപ്പൊ ഇന്ന് അവൾക്ക് ഒരു 10:30 ക്ലാസ് കഴിഞ്ഞിട്ട് അവളെയും കൂട്ടി ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ തൊഴുത്, ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങി. നല്ല കാറ്റുണ്ടല്ലേ? നല്ല കാറ്റുണ്ട്, നല്ല രസമാട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ആഴ്ചയിലൊരു ദിവസം അമ്പലത്തിൽ നമ്മുടെ കാവിൽ വന്ന് തൊഴുക എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ്. അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് വന്ന് ഞങ്ങൾ തൊഴാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഇടയ്ക്ക് വരുമ്പോൾ വന്ന് നമ്മൾ വന്ന് തൊഴാറുണ്ട് കേട്ടോ. ഈ പാടത്തല്ലേ വെടിക്കെട്ട് കണക്കാറ്? ഈ പാടത്താണ് വെടിക്കെട്ട് കണക്കാറോ? നല്ല ഗംഭീര വെടിക്കെട്ടാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെടിക്കെട്ടുണ്ടാവാറ്. ഗംഭീര വെടിക്കെട്ടാണ്. ഇപ്രാവശ്യം പിന്നെ നമുക്കത് എന്താ പറയാ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഇല്ലാന്നാണ്. അതെ അല്ലേ? അതെ അല്ലേ? ഞങ്ങളെ കണ്ടത് എനിക്ക് മനസ്സിലായി. കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു കുളിർ. ഇവിടെയാണ് എൻ്റെ നാട്. എന്നെ കല്യാണം കഴിച്ചെടുത്ത് തൃശ്ശൂർ. അപ്പൊ ഞാൻ തൊഴാൻ വേണ്ടി വന്നതാണ്. വണ്ടി